Hi dear students, once again welcome back to ACE Plus online class. Today, as we know, we are going to continue with the chapter The Boy Who Drew the Cat. We started that. It's a very interesting and very curious chapter. You know that a boy is the protagonist of this story and he only drews cats. അല്ലേ, ഒരു ബോയ് ആണ് നമ്മളെ സ്റ്റോറിയുടെ പ്രൊട്ടഗോണിസ്റ്റ് എന്ന് പറയുന്നത്, മുഖ്യ കഥാപാത്രം എന്ന് പറയുന്നത്. അവൻ എന്തിനെ മാത്രമേ വരക്കുള്ളൂ? ക്യാറ്റ്സിനെ മാത്രമേ അവൻ എന്ത് ചെയ്യുള്ളൂ? വരക്കുള്ളൂ. അല്ലേ, ഒരു ഹ്യൂജ് ഫാമിലി അല്ലെങ്കിൽ ഒരുപാട് മക്കളുടെ ഒരു ഫാമിലിയിൽ നിന്ന് വരുന്ന ഒരു ബോയ്. അവന്റെ പാരൻസ് ഇറ്റ്സ് ബേസിക്കലി എന്താണ്, ഫാമിംഗ് അല്ലെങ്കിൽ ഫാർമർമാരായിട്ടുള്ള കൃഷിക്കാരായിട്ടുള്ള ഒരു ഫാമിലിയാണ്. സോ ബേസിക്കലി ഇവനും എന്താവേണ്ടതാണ്? അച്ഛനെ സഹായിക്കേണ്ടതാണ്. ബട്ട് അവന് ഈസ് നോട്ട് ക്വൈറ്റ് ഏജിയൽ ഓർ ഹി ഈസ് വെരി സ്മാൾ. അല്ലേ, അവൻ വളരെ സ്മാൾ ആണ്, ചെറിയ കുട്ടിയാണ്. അത് മാത്രമല്ല ഈസ് നോട്ട് ക്വൈറ്റ് ഏജിയൽ. ഏജിയൽ മീൻസ് സ്ട്രെങ്ത് ഒന്നും ഇല്ലാത്ത ഒരു മനുഷ്യൻ, ഒരു കുട്ടിയാണ്. അല്ലേ, സോ അതുകൊണ്ട് തന്നെ അവന് ഫാർമർ ആവാൻ പറ്റില്ല എന്ന് മുൻകൂട്ടി കണ്ട അവന്റെ പാരൻസ് അവനെ എന്തിനു ചേർക്കുകയാണ്? ഒരു ടെമ്പിളിൽ ഒരു പ്രീസ്റ്റിന്റെ കീഴിൽ, ഒരു പൂജാരിയുടെ കീഴിൽ എന്തിനു വേണ്ടിയിട്ട്? ഒരു പ്രീസ്റ്റ്ഹുഡ് പഠിക്കാൻ വേണ്ടിയിട്ട്. പ്രീസ്റ്റ്ഹുഡ് മീൻസ് ഒരു പൂജാരി ആയി മാറാൻ വേണ്ടിയിട്ട്, ഒരു പുരോഹിതനായി മാറാൻ വേണ്ടിയിട്ട് അവനെ എവിടെ ചേർക്കുകയാണ്? ഒരു ടെമ്പിളിൽ ഒരു പ്രീസ്റ്റിന്റെ കീഴിൽ അക്കോലൈറ്റ് ആയിട്ട് എന്ത് ചെയ്യാണ്? സഹായി ആയിട്ട് ചേർക്കുകയാണ്. ബട്ട് വേദഗ്രന്ഥങ്ങളൊക്കെ പഠിക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ അവന് താല്പര്യം എന്തിലാണ്? ക്യാറ്റ്സിനെ വരക്കാനാണ്. അല്ലേ, ഹി ഡ്രൂസ് ക്യാറ്റ്സ് ഓൺ ദ പില്ലേഴ്സ്, ഓൺ ദ സ്ക്രീൻ ഓഫ് ദ ടെമ്പിൾ, ഓൺ ദ ബ്ലാങ്ക് വാൾസ്. അല്ലേ, അവിടെ ഉണ്ടാകുന്ന ബ്ലാങ്ക് വാൾസിൽ, അവിടെ ഉണ്ടാകുന്ന സ്ക്രീൻസിൽ, അതേപോലെ തന്നെ അവിടുത്തെ പില്ലേഴ്സിൽ, ഈവൻ അവൻ പ്രീസ്റ്റിന്റെ വേദഗ്രന്ഥങ്ങളിൽ വരെ, ബുക്സുകളിൽ വരെ, ഹോളി ബുക്സിൽ വരെ, അതിന്റെ മാർജിൻസിൽ വരെ അവൻ എന്ത് വരച്ചു വെക്കുന്നുണ്ട്? പൂച്ചയെ വരച്ചു വെക്കുന്നുണ്ട്. ഈസ് എ വെരി ജീനിയസ് ആർട്ടിസ്റ്റ്. അല്ലെ, ഭയങ്കര ജീനിയസ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ആണ്. സോ അതുകൊണ്ട് തന്നെ ഒരു പ്രീസ്റ്റ് ആവാനുള്ള കഴിവ് അല്ലെങ്കിൽ ഒരു പ്രീസ്റ്റ്ഹുഡിലേക്ക് വരാനുള്ള ഒരു കഴിവ് ആർക്കില്ല? നമ്മളെ ബോയ്ക്കില്ല. അവന് എന്തിനാണ് താല്പര്യം? ചിത്രം വരക്കാനാണ്. അതും എന്തിനെ മാത്രം? ക്യാറ്റിനെ മാത്രം വരക്കാനാണ് അവന് താല്പര്യം. സോ അത് ആര് കണ്ടുപിടിക്കുകയാണ്? നമ്മുടെ പ്രീസ്റ്റ് കണ്ടുപിടിക്കുകയാണ്. അവിടെയാണ് നമ്മൾ പോയി നിന്നിട്ടില്ലല്ലേ. വി റീച്ച് ദ പൊസിഷൻ. സോ വി ഗെറ്റ് സ്റ്റാർട്ട് ഫ്രം ദ അനദർ ചാപ്റ്റർ. പ്ലീസ് ലിസൺ ഹിയർ. സോ നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് നമ്മൾ പോവുകയാണ്. One day after he had drawn some very clever picture of cats. One day, ഒരു ദിവസം എന്താണ്? After he had drawn some clever picture of cats. ഒരു ദിവസം അവന് വളരെ ബുദ്ധിപരമായിട്ട് ചില ക്യാറ്റ്സിന്റെ പിക്ചറൊക്കെ വരച്ചിങ്ങനെ ഇരിക്കുന്ന സമയത്ത് അപ്പോൾ പേപ്പർ സ്ക്രീൻ, എവിടെയാണ് അവൻ വരക്കുന്നത്? ഒരു പേപ്പർ സ്ക്രീനിൽ. അല്ലെ, ഒരു പേപ്പർ സ്ക്രീനിൽ അവന് എന്തിനെ വരക്കുകയാണ്? ക്യാറ്റ്സിനെ വരക്കുകയാണ്. സോ ആ ക്യാറ്റ്സിനെ വരച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം then the old priest, നമ്മളെ ആ വയസ്സായിട്ടുള്ള ഓൾഡ് ആയിട്ടുള്ള പ്രീസ്റ്റ് said to him, അവനോട് പറയാണ്. എന്താ പറയുന്നത്? severely means കുറച്ച് വിഷാദത്തോടു കൂടി, കുറച്ച് ദേഷ്യപ്പെട്ടിട്ട്, കുറച്ച് സീരിയസ് ആയിട്ട് അവനോട് പറയാണ്, മൈ ബോയ് you must go away from this temple at once. You must go away from this temple at once. ബോയ്, നീ എന്ത് ചെയ്യണം? ഈ ടെമ്പിളിൽ നിന്ന്, ഈ ക്ഷേത്രത്തിൽ നിന്ന്, അല്ലെങ്കിൽ ഇവിടെ നിന്ന് എത്രയും പെട്ടെന്ന് നീ എന്ത് ചെയ്യണം? പോവണം. എത്രയും പെട്ടെന്ന് നീ ഇവിടുന്ന് പോവണം. ഫ്രം ദിസ് ടെമ്പിൾ അറ്റ് വൺസ്. ഇപ്പൊ തന്നെ നീ എന്ത് ചെയ്യണം? ഇപ്പൊ തന്നെ നീ എന്ത് ചെയ്യണം? ഇവിടെ നിന്ന് പോവണം. ആൻഡ് യു വിൽ നെവർ മേക്ക് എ ഗുഡ് പ്രീസ്റ്റ്. നിനക്ക് എന്താവാൻ കഴിയില്ല? ഒരു നല്ല പ്രീസ്റ്റ് ആവാൻ നിന്നെ കൊണ്ട് കഴിയില്ല. കാരണം പ്രീസ്റ്റ് ആവണം എന്നുണ്ടെങ്കിൽ എന്ത് പഠിക്കണം? ബുക്സ് പഠിക്കണം. അല്ലെ, ബട്ട് നമ്മളെ ബോയ് എന്ത് പഠിക്കുന്നില്ല? ബുക്സ് പഠിക്കുന്നില്ല. പകരം അവൻ എന്തിനാണ് ഇൻട്രസ്റ്റ് ഉള്ളത്? ക്യാറ്റ്സിനെ വരക്കാനാണ് അവന് ഇൻട്രസ്റ്റ് ഉള്ളത്. യു വിൽ നെവർ ബി എ ഗുഡ് പ്രീസ്റ്റ്. യു വിൽ നെവർ മേക്ക് എ ഗുഡ് പ്രീസ്റ്റ്. നിനക്ക് എന്താവാൻ കഴിയില്ല? ഒരു നല്ല പ്രീസ്റ്റ് ആവാൻ നിനക്ക് കഴിയില്ല. ബട്ട് പെർഹാപ്സ് യു വിൽ ബിക്കം എ ഗ്രേറ്റ് ആർട്ടിസ്റ്റ്. പക്ഷെ നിനക്ക് എന്താവാൻ കഴിയും? എന്തിനുള്ള കാലിബർ ഉണ്ട് നിനക്ക്? യു ക്യാൻ ബി എ ഗ്രേറ്റ് ആർട്ടിസ്റ്റ്. നിനക്ക് നല്ലൊരു ആർട്ടിസ്റ്റ് ആവാനുള്ള, നല്ലൊരു ചിത്രകാരനാവാനുള്ള കഴിവ് നിനക്കുണ്ട്. യു വിൽ ബിക്കം എ ഗ്രേറ്റ് ആർട്ടിസ്റ്റ്. നീ എന്തായിട്ട് മാറും? യു വിൽ ബിക്കം നീ ആയിട്ട് മാറും. എന്തായിട്ട് മാറും? നല്ലൊരു ആർട്ടിസ്റ്റ് ആയിട്ട് നിനക്ക് കഴിവ്, അതിനുള്ള കഴിവ് നിനക്ക് ഉണ്ട് എന്ന് ആര് പറയാണ്? നമ്മളെ ഓൾഡ് പ്രീസ്റ്റ് ഈ ബോയിനോട് പറയാണ്. നൗ let me give you a last piece of advice. Let means, what do you mean by let? അനുവദിക്കുക. Let me go. എന്നെ പോകാൻ അനുവദിക്കൂ.
ലെറ്റ് യു സീ, എന്നെ ഒന്ന് കാണാൻ അനുവദിക്കൂ. ലെറ്റ് മീ ടോക്ക്, എന്നെ ഒന്ന് സംസാരിക്കാൻ അനുവദിക്കൂ. ഓക്കെ, സോ ലെറ്റ് മീൻസ് അനുവദിക്കുക എന്നുള്ളതാണ്. സോ നമ്മളെ പ്രീസ്റ്റ് പറയാണ് ലെറ്റ് മീ ഗിവ് യു എ ലാസ്റ്റ് പീസ് ഓഫ് അഡ്വൈസ്. ഗിവ് മീൻസ് നൽകുക അല്ലേ. ഞാനൊരു അവസാനത്തെ അഡ്വൈസ്, അവസാനത്തെ ഒരു അഡ്വൈസ് മീൻസ് ഒരു തോട്ടിലെ അവസാനത്തെ ഒരു അഡ്വൈസ് നിനക്ക് തരാൻ എന്നെ നീ എന്ത് ചെയ്യണം, അനുവദിക്കണം. എന്താണ് അവസാനത്തെ ഒരു അഡ്വൈസ് ആയിട്ട് നമ്മളെ പ്രീസ്റ്റ് കൊടുക്കുന്നത്? അവസാനത്തെ അഡ്വൈസ് കൊടുക്കുകയാണ് പ്രീസ്റ്റ്. എന്താ കൊടുക്കുന്നത്? ആൻഡ് ബി ഷുവർ യു നെവർ ഫൊർഗോട്ട് ഇറ്റ്. എന്ത് ചെയ്യരുത്, നീ ഇത് ഒരിക്കലും എന്ത് ചെയ്ത് പോകരുത്. ഫൊർഗോട്ട് മീൻസ് മറക്കുക. നീ ഇത് ഒരിക്കലും എന്ത് ചെയ്യരുത്, നെവർ ഫൊർഗോട്ട്, ഒരിക്കലും എന്ത് ചെയ്യരുത്, മറന്നു പോകരുത്. എന്താണ് ആ അഡ്വൈസ്? എന്താണ് നമ്മളെ പ്രീസ്റ്റ് കൊടുക്കുന്ന അവസാനത്തെ അഡ്വൈസ് എന്ന് പറയുന്നത്? ഇതാണ് അഡ്വൈസ്. ഏത്? അവോയ്ഡ് ലാർജ് പ്ലേസസ് അറ്റ് നൈറ്റ്, കീപ് ടു സ്മാൾ. അവോയ്ഡ് ലാർജ് പ്ലേസസ് അറ്റ് നൈറ്റ്. രാത്രി ആയി കഴിഞ്ഞാൽ നീ വലിയ സ്ഥലങ്ങളൊക്കെ എന്ത് ചെയ്യണം, വലിയ പ്രദേശങ്ങൾ അല്ലെങ്കിൽ വലിയ സ്ഥലങ്ങൾ, വലിയ റൂമൊക്കെ എന്ത് ചെയ്യണം, അവോയ്ഡ് ചെയ്യണം, ഒഴിവാക്കണം. കീപ് ടു സ്മാൾ, എന്താവാൻ ശ്രമിക്കണം, ചെറുതാവാൻ ശ്രമിക്കണം. വിച്ച് മീൻസ് ചെറിയ റൂമിൽ, ചെറിയ സ്ഥലങ്ങളിലൊക്കെ എന്ത് ചെയ്യണം, ഒതുങ്ങിക്കൂടാൻ ശ്രമിക്കണം. രാത്രി ആയി കഴിഞ്ഞാൽ നീ വലിയ റൂമുകളിലോ അല്ലെങ്കിൽ വലിയ സ്ഥലങ്ങളിലോ എന്ത് ചെയ്യരുത്, നിൽക്കരുത്. അവോയ്ഡ് ലാർജ് പ്ലേസസ് ഇൻ നൈറ്റ്, കീപ് ടു സ്മാൾ. ഇതാണ് നമ്മളെ പൂജാരി അല്ലെങ്കിൽ നമ്മളെ ഓൾഡ് പ്രീസ്റ്റ് ബോയ്ക്ക് കൊടുക്കുന്ന അവസാനത്തെ ഒരു ഉപദേശം, അഡ്വൈസ് എന്ന് പറയുന്നത്. ബട്ട് ഈ ബോയ്ക്ക് അതെന്താണെന്ന് മനസ്സിലായില്ല, നമുക്ക് മനസ്സിലായിട്ടില്ല അല്ലെ. എന്താണ് പ്രീസ്റ്റ് ഉദ്ദേശിച്ചത്? എന്തുകൊണ്ട് ഉദ്ദേശിച്ചത്? അവോയ്ഡ് ലാർജ് പ്ലേസസ് അറ്റ് നൈറ്റ്, കീപ് ടു സ്മാൾ. അതുകൊണ്ട് എന്താണ് പ്രീസ്റ്റ് ഉദ്ദേശിച്ചത് എന്ന് ആർക്ക് മനസ്സിലായിട്ടില്ല. ഈ ബോയ്ക്ക് മനസ്സിലായിട്ടില്ല. അടുത്ത പാരഗ്രാഫ് നോക്കിക്കോ. The boy did not know what the priest mean by saying avoid large places, keep to small. ഈ avoid large places at night on keep to small എന്നുള്ളത് കൊണ്ട് പ്രീസ്റ്റ് എന്താണ് ഉദ്ദേശിച്ചത് എന്ന് ആർക്ക് മനസ്സിലായിട്ടില്ല. നമ്മളെ ബോയ്ക്ക് മനസ്സിലായിട്ടില്ല. The boy did not know മനസ്സിലായിട്ടില്ല അല്ലെ. What the priest meant, എന്താണ് ഈ പ്രീസ്റ്റ് അർത്ഥമാക്കിയത്? മീൻഡ് മീൻസ് അർത്ഥമാക്കുക. ബൈ സേയിങ്, പറയുന്നതിലൂടെ. എന്ത് പറയുന്നതിലൂടെ? അവോയ്ഡ് ലാർജ് പ്ലേസസ്, കീപ് ടു സ്മാൾ. അതിലൂടെ എന്താണ് നമ്മളെ പ്രീസ്റ്റ് അർത്ഥമാക്കിയത് എന്ന് ആർക്ക് മനസ്സിലായില്ല. നമ്മളെ ബോയ്ക്ക് മനസ്സിലായില്ല. He thought and thought. അവൻ വീണ്ടും എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. He thought and thought. അവൻ ഒരുപാട് സമയം അതിന്റെ മേലിൽ ഇങ്ങനെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. When he was tying up his little bundle of clothes to go away. എപ്പോഴാണ് അവൻ ചിന്തിക്കുന്നത്? അവനോട് എന്ത് പറഞ്ഞിട്ടുണ്ട്? നീ ഇപ്പൊ ഇവിടുന്ന് പോകണം എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. സോ അതുകൊണ്ട് തന്നെ അവൻ എപ്പോഴാ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? When he was tying up. What is tying? Tie means നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ ടൈ? എന്താ ടൈ എന്ന് പറഞ്ഞാൽ? നമ്മളിങ്ങനെ കഴുത്തിൽ കെട്ടുന്നില്ല. ടൈ മീൻസ് കെട്ടുക. ടൈ എന്ന് പറഞ്ഞാൽ എന്താണ്? കെട്ടുക. എന്താണ് അവൻ കെട്ടുന്നത്? ടൈങ് അപ്പ് ഹിസ് എ ലിറ്റിൽ ബണ്ടിൽ ഓഫ് ക്ലോത്ത്സ്. അവൻ അങ്ങോട്ട് വന്ന സമയത്ത്, അവൻ ആ ടെമ്പിളിലേക്ക് വന്ന സമയത്ത് കൊണ്ടുവന്നിരുന്ന കുറച്ച് ക്ലോത്ത്സ്, അത് അവനൊരു ബണ്ടിലായിട്ട് ഇങ്ങനെ എന്ത് ചെയ്യാണ്, പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനാ? ടു ഗോ എവേ. അവിടുന്ന് പോകാൻ പറഞ്ഞിട്ടുണ്ടല്ലേ. സോ പോവാൻ വേണ്ടിയിട്ട് അവൻ അതിങ്ങനെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അവൻ ചിന്തിക്കുന്നത്, എന്താ ഇപ്പോൾ നമ്മളെ പൂജാരി പറഞ്ഞ്, എന്താ പൂജാരി അതുകൊണ്ട് അർത്ഥമാക്കിയത് എന്ന് അവനിങ്ങനെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, തോട്ട് വീണ്ടും ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ബട്ട് ഹി കുഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ് ദീസ് വേർഡ്സ്. പക്ഷെ അവനക്ക് ആ വാക്കുകൾ എന്ത് ചെയ്യാൻ കഴിഞ്ഞില്ല. ഹി കുഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ്, അവനക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ആൻഡ് ഹി വാസ് അഫ്രൈഡ് ടു സ്പീക്ക് ടു ദ പ്രീസ്റ്റ് എനിമോർ. പക്ഷെ അവന് പ്രീസ്റ്റിനോടൊന്ന് ചോദിക്കാൻ പോലും എന്താണ്, ഹി വാസ് അഫ്രൈഡ്, പേടിയായിരുന്നു. പ്രീസ്റ്റിനോടൊന്ന് ചോദിക്കാൻ അവന് പേടിയായിരുന്നു. ആൻഡ് എക്സെപ്റ്റ് ടു സേ ഗുഡ് ബൈ. എന്ത് മാത്രമേ അവൻ പറഞ്ഞുള്ളൂ പ്രീസ്റ്റിനോട്? ജസ്റ്റ് എ ഗുഡ് ബൈ. ജസ്റ്റ് ഒരു ഗുഡ് ബൈ മാത്രം പറയാനുള്ള ധൈര്യമേ അവനക്ക് ഉണ്ടായിരുന്നുള്ളൂ. വേറെ ഒന്നും ചോദിക്കാനുള്ള ധൈര്യം അവനക്ക് ഇല്ല. കാരണം അവന് നമ്മളെ പ്രീസ്റ്റിനെ ഡിസൊബീഡിയൻറ്റ് ചെയ്തിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത് അല്ലേ. അനുസരണക്കേട് കാണിച്ചിട്ടാണ് അവൻ പോകുന്നത്. സോ പ്രീസ്റ്റിനോട് അങ്ങോട്ട് സംസാരിക്കാൻ ആർക്ക് പേടിയായി? ഈ ബോയ്ക്ക് പേടിയായി. ജസ്റ്റ് ഒരു ഗുഡ് ബൈ മാത്രം പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് എന്ത് ചെയ്യാണ്, പോവാണ്.
സോ ജസ്റ്റ് ഒരു ഗുഡ് ബൈ മാത്രം പറഞ്ഞിട്ട് നമ്മളെ ബോയ് അവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഹി ലെഫ്റ്റ് ദ ടെമ്പിൾ. നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കുക. ഹി ലെഫ്റ്റ് ദ ടെമ്പിൾ. അവൻ ആ ടെമ്പിളിൽ നിന്ന് ലെഫ്റ്റ് ആവുക. ലെഫ്റ്റ് ആവുക മീൻസ് ലീവിന്റെ പാസ്റ്റ് ആണ്. ലെഫ്റ്റ് പോവുക. ലീവിന്റെ പാസ്റ്റ് ആണ്. ലെഫ്റ്റ് എന്ന് പറയുന്നത് പോവുക. ഹി ലെഫ്റ്റ് ദ ടെമ്പിൾ വെരി സോറോഫുള്ളി. ഭയങ്കര സങ്കടത്തോടു കൂടിയാണ് അവൻ ആ ടെമ്പിളിൽ നിന്ന് എന്ത് ചെയ്യുന്നത്, പോകുന്നത്. ആൻഡ് ബിഗൺ ടു വണ്ടർ. അവൻ എന്ത് ചെയ്യാൻ തുടങ്ങി? ബിഗൺ ടു വണ്ടർ. അവന് അത്ഭുതപ്പെടാൻ, അല്ലെങ്കിൽ അവന് ആശ്ചര്യപ്പെടാൻ തുടങ്ങി. എന്താ വാട്ട് ഹി ഷുഡ് ഡു, ഇനി എന്താ താൻ ചെയ്യുക എന്നിങ്ങനെ എന്ത് ചെയ്യാൻ തുടങ്ങി, അവന് ആലോചിക്കാൻ തുടങ്ങി. ഇഫ് ഹി വെന്റ് സ്ട്രൈറ്റ് ടു ഹോം, അവന് വീട്ടിലേക്ക് നേരിട്ട് ചെന്നു കഴിഞ്ഞാൽ ഹി ഫെൽറ്റ് ഷുവർ ഹിസ് ഫാദർ വുഡ് പണിഷ് ഹിം. അച്ഛൻ എന്തായാലും അവൻ എന്ത് ചെയ്യും? ഹി ഫെൽറ്റ്, അവൻ ചിന്തിക്കുകയാണ്, അല്ലെങ്കിൽ അവർക്ക് അനുഭവപ്പെടുകയാണ്. എന്തനുഭവപ്പെടുകയാണ്? ദാറ്റ് ഷുവർ, ഉറപ്പാണ്. എന്തുറപ്പാണ്? ഫാദർ വിൽ പണിഷ് ഹിം. ഫാദർ അവൻ എന്ത് ചെയ്യും? പണിഷ് ചെയ്യും. എന്തിനാ? ഫോർ ഹാവിങ് ബീൻ ഡിസൊബീഡിയന്റ് ടു ദ പ്രീസ്റ്റ്. പ്രീസ്റ്റിനോട് അനുസരണക്കേട് കാണിച്ചതിൽ എന്തായാലും അച്ഛൻ അവൻ എന്ത് ചെയ്യും? വഴക്ക് പറയും, അല്ലെങ്കിൽ പണിഷ്മെന്റ് കൊടുക്കും, ശിക്ഷ കൊടുക്കും എന്ന് ആർക്കറിയാം? ഈ ബോയ്ക്ക് അറിയാം. സോ അതുകൊണ്ട് തന്നെ ഹി വാസ് അഫ്രൈഡ് ടു ഗോ ഹോം. അവൻ എങ്ങോട്ട് പോകാൻ പേടിയായി? അഫ്രൈഡ് മീൻസ് പേടിക്കല്ലേ. അവൻ എങ്ങോട്ട് പോകാൻ പേടിയാണ്? വീട്ടിലേക്ക് പോകാൻ അവന് പേടിയാണ്. ഹി അഫ്രൈഡ് ടു ഗോ ഹോം. വീട്ടിലേക്ക് പോകാൻ അവൻ എന്തായി? പേടിയായി. ആൾ അറ്റ് വൺസ് ഹി റിമെമ്പേർഡ് ദാറ്റ് അറ്റ് ദ നെക്സ്റ്റ് വില്ലേജ്. അപ്പോഴാണ് അവൻ ഇങ്ങനെ റിമെമ്പർ ചെയ്യുന്നത്. റിമെമ്പർ ചെയ്യുക മീൻസ് വാട്ട് യു മീൻ ബൈ റിമെമ്പർ? ഓർക്കുക. റിമെമ്പർ ചെയ്യുക മീൻസ് ഓർക്കുക. അപ്പോഴാണ് അവൻ ഓർക്കുന്നത്. എന്തോർക്കുന്നത്? അറ്റ് ദ നെക്സ്റ്റ് വില്ലേജ്, അവന്റെ തൊട്ടടുത്ത വില്ലേജിൽ 12 മൈൽസ് എവേ, ഒരു 12 മൈൽ അപ്പുറമുള്ള 12 മൈൽസ് അല്ലേ, ഒരു 12 മൈൽ അപ്പുറമുള്ള അടുത്ത വില്ലേജിൽ there was a very big temple. അവൻ കേട്ടിട്ടുണ്ട് there was a very big temple. അവിടെ ഒരു വലിയ ബിഗ് ടെമ്പിൾ ഉണ്ട്. he had heard there were several priests at the temple. he have heard, അവനെന്ത് ചെയ്തിട്ടുണ്ട്? കേട്ടിട്ടുണ്ട്. there have several priests in the temple. ആ ടെമ്പിളിൽ ഒരുപാട് പ്രീസ്റ്റുമാര്. ഇവിടെ ഒരു പൂജാരി ഉള്ളൂ അല്ലേ? ആ വലിയ ടെമ്പിളില് ഒരുപാട് പൂജാരിമാര് ഉണ്ട് എന്ന് അവൻ ഒരിക്കൽ എന്ത് ചെയ്തിട്ടുണ്ട്? കേട്ടിട്ടുണ്ട്. ആൻഡ് ഹി മേഡ് അപ്പ് ഹിസ് മൈൻഡ് ടു ഗോ ടു ദം. അവൻ അവന്റെ മൈൻഡിനെ എന്താക്കാൻ പോവുകയാണ്? അങ്ങോട്ട് പോവാനാക്കി മാറ്റുകയാണ്. എന്ന് വെച്ചാൽ അവൻ അങ്ങോട്ട് പോവാൻ തീരുമാനിക്കുകയാണ്. അങ്ങോട്ട് പോകാനായിട്ട് അവൻ എന്ത് ചെയ്യാണ്? തീരുമാനിക്കുകയാണ്. ആൻഡ് ആസ്ക് ദം ടു ടേക്ക് ഹിം ഫോർ ദെയർ അക്കോലേറ്റ്. എന്നിട്ട് അവിടെ പോയിട്ട് ഏതെങ്കിലും ഒരു പ്രീസ്റ്റിനോട് അവർ എന്ത് പറയണം? തന്നെ നിങ്ങളുടെ അക്കോലൈറ്റ് ആയിട്ട്, ശിഷ്യനായിട്ട് എടുക്കണം എന്ന് പറയണം. കാരണം വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ, പ്രീസ്റ്റ് ആക്കാൻ പറഞ്ഞു അയച്ചതാണ് അച്ഛൻ അല്ലേ. സോ വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഹി അഫ്രൈഡ് ടു ഗോ ടു ഹോം അല്ലേ. സോ അവന് വീട്ടിലേക്ക് പോകാൻ അവൻ എന്താണ്? പേടിയാണ്. അച്ഛൻ എന്ത് ചെയ്യും? വിൽ പണിഷ് അല്ലേ, അവനെ പണിഷ് ചെയ്യും. സോ അതുകൊണ്ട് തന്നെ തൊട്ടപ്പുറത്ത് 12 മൈൽസ് അപ്പുറത്തുള്ള ഒരു ടെമ്പിളിൽ there have several priests അല്ലേ. സോ അതുകൊണ്ട് തന്നെ അവരടുത്ത് പോയിട്ട് ഹി വാണ്ട് ടു ആസ്ക് ദം അല്ലേ ടു സെലക്ട് ഹിം ഫോർ ദെയർ അക്കോലേറ്റ് എന്ന് അവനിങ്ങനെ ആലോചിക്കുകയാണ്. ദെൻ അവന് അടുത്തുള്ള ആ ഒരു ടെമ്പിളിലേക്ക്, 12 മൈലുള്ള ദൂരമുള്ള ടെമ്പിളിലേക്ക് പോകാൻ അവന്റെ മൈൻഡിനെ അവൻ എന്താക്കുകയാണ്? സജ്ജമാക്കുകയാണ്. സോ നെക്സ്റ്റ് പാരഗ്രാഫിലേക്ക് പോവാം. എന്താണ് നെക്സ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത്? അവൻ അവിടെ എത്തുകയാണ് അല്ലേ. എവിടെ എത്തുകയാണ്? 12 മൈൽസ് അപ്പുറത്തുള്ള നെക്സ്റ്റ് വില്ലേജിലുള്ള ഒരു ടെമ്പിളിലേക്ക് അവന് ചെല്ലുകയാണ്. സോ അവൻ നെക്സ്റ്റ് വില്ലേജിലുള്ള ആ ടെമ്പിളിലേക്ക് ചെല്ലുകയാണ്. നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കിക്കോ. Now that big temple was closed up, but the boy did not know this fact. പക്ഷേ ആ ടെമ്പിളിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ, ആ വലിയ ടെമ്പിൾ, ഒരുപാട് പ്രീസ്റ്റൊക്കെ ഉണ്ടായിരുന്ന ടെമ്പിളാണ്. ബട്ട് ആ ടെമ്പിൾ ഇപ്പോ ഇറ്റ്സ് ക്ലോസ്ഡ്. അതെന്ത് ചെയ്തിട്ടുണ്ട്? ക്ലോസ് ചെയ്തിട്ടുണ്ട്. Now that big temple was closed up. ആ ടെമ്പിൾ എന്ത് ചെയ്തിട്ടുണ്ട്? ക്ലോസ് ചെയ്തിട്ടുണ്ട്. ബട്ട് ദ ബോയ് ഡിഡ് നോട്ട് നോ ദ ഫാക്ട്. ആ സത്യം ആർക്കറിയില്ല. എന്തിനാണത് ക്ലോസ് ചെയ്തതെന്നോ, അത് ക്ലോസ് ചെയ്ത് കിടക്കുകയാണെന്നോ ഒന്നും ആർക്കറിയില്ല. നമ്മളെ ബോയ്ക്ക് അറിയില്ല. അവൻ 12 മൈൽ അപ്പുറത്ത് വരികയാണ്. ആ വില്ലേജിൽ നടക്കുന്ന ഒരു കാര്യവും ആരും അറിഞ്ഞിട്ടില്ല. ബോയ് അറിഞ്ഞിട്ടില്ല. സോ സംതിങ് ഹാപ്പൻ ഇൻ ദ വില്ലേജ് ആൻഡ് അറൌണ്ട് ദ ടെമ്പിൾ. ഓക്കെ, ബട്ട് ദ ബോയ് ഡിഡ് നോട്ട് നോ ദാറ്റ്. സോ അതുകൊണ്ട് തന്നെ അവൻ ഇതൊന്നും അറിയാതെയാണ് ആ വില്ലേജിലേക്ക് എന്ത് ചെയ്യുന്നത്? ചെല്ലുന്നത്. ആ വില്ലേജിലേക്ക് ഇതൊന്നും അറിയാതെ, അവിടെ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്. സോ ഇതൊന്നും അറിയാതെയാണ് ആ ബോയ് ആ വില്ലേജിലേക്ക്, ആ ടെമ്പിളിനെ ലക്ഷ്യമാക്കി എന്ത് ചെയ്യുന്നത്? പോകുന്നത്. ദിസ് റീസൺ ഇറ്റ് ഹാഡ് ബീൻ ക്ലോസ്ഡ് അപ്പ്
അത് ക്ലോസ് ചെയ്യാനുള്ള, നമ്മളെ ടെമ്പിൾ ക്ലോസ് ചെയ്യാനുള്ള റീസൺ കാരണം എന്താന്ന് വെച്ചാൽ വാസ് ദാറ്റ് എ ഗോബ്ലിൻ ഹാഡ് ഫ്രൈറ്റൻഡ് ദ പ്രീസ്റ്റ് എവേ. ആ ക്ലോസ് ചെയ്യാനുള്ള കാരണം എന്താ, അവിടെ ഉണ്ടായിരുന്ന പ്രീസ്റ്റുമാരെ അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന പൂജാരികളെ ഒക്കെ ഒരു ഗോബ്ലിൻ മീൻസ് പിശാജ്, ഒരു ഗോബ്ലിൻ മീൻസ് ഒരു പിശാജ് അല്ലെങ്കിൽ ഒരു പ്രേതം എന്നൊക്കെ പറയാം നമുക്ക്. സോ ഒരു ഗോബ്ലിൻ അവിടെ ഉണ്ടായിരുന്ന പ്രീസ്റ്റുമാരൊക്കെ എന്ത് ചെയ്തു, പേടിപ്പിച്ചു എന്നാ പറയുന്നത്. എന്ത് ചെയ്തു, ഫ്രൈറ്റൻഡ് ചെയ്യാ മീൻസ് പേടിപ്പിക്കുക. അവിടെ ഉണ്ടായിരുന്ന പൂജാരിമാരെയൊക്കെ അവിടെ ഒരു ഗോബ്ലിൻ, ഒരു പിശാജ് എന്ത് ചെയ്തു, ഒരു ഭൂതം എന്ത് ചെയ്തു, പേടിപ്പിച്ചു. അതുകൊണ്ടാണ് ഈ ടെമ്പിളൊക്കെ എന്ത് ചെയ്തിട്ടുള്ളത്, ക്ലോസ് ചെയ്തിട്ടുള്ളത്. ബട്ട് ദ ബോയ് ഡിഡ് നോട്ട് നോ ദാറ്റ്. അല്ലേ, അവൻ എവിടുന്ന് വരിക, 12 miles എവേന്ന് വരികയാണല്ലേ. സോ അവൻ അറിയൂല അത് എന്തുകൊണ്ടാണ് ക്ലോസ് ചെയ്തതെന്നൊന്നും. ഇതൊന്നും അറിയാതെയാണ് അവൻ അവിടെ ചെല്ലുന്നത്. and had taken possession of the place. എന്നിട്ട് ടെമ്പിളിന്റെ പൊസഷൻ മീൻസ് കൈവശം, ഒരു അവകാശം ആര് ഏറ്റെടുത്തിരിക്കുകയാണ്, ആ ഗോബ്ലിൻ, ആ ഭൂതം ഏറ്റെടുത്തിരിക്കുകയാണ്. സോ അങ്ങോട്ട് ആര് ചെന്നാലും, ആ ടെമ്പിളിലേക്ക് ആര് ചെന്നാലും ആര് പേടിപ്പിച്ചു വിടുകയാണ് അല്ലെങ്കിൽ ആര് ആക്രമിക്കുകയാണ്, ആ ഗോബ്ലിന് ആക്രമിക്കുകയാണ്. സോ അതുകൊണ്ടാണ് ആ ടെമ്പിൾ എന്ത് ചെയ്തിട്ടുള്ളത്, അടച്ച് വെച്ചിട്ടുള്ളത് എന്ന് പറയുന്നുണ്ട്. സോ ഇതൊന്നും അറിയാതെ നമ്മളെ ബോയ് അങ്ങോട്ട് എന്ത് ചെയ്യാണ്, ചെല്ലുകയാണ്. കാരണം വീട്ടിലേക്ക് ചെന്നാൽ ആര് ചീത്ത പറയും, അച്ഛന് ചീത്ത പറയൂ അല്ലേ. ദെൻ സം ബ്രേവ് വാരിയേഴ്സ്. സോ ഇങ്ങനെ ഒരു പ്രോബ്ലം അവിടെ നടന്നുകൊണ്ട് തന്നെ സം ബ്രേവ് വാരിയേഴ്സ്, ബ്രേവ് മീൻസ് ധൈര്യശാലികളായിട്ടുള്ള, ഭയങ്കര ധൈര്യമുള്ള കുറച്ച് ബ്രേവ് ആയിട്ടുള്ള വാരിയേഴ്സ്, പടയാളികള് ഹാഡ് ആഫ്റ്റർവേർഡ് അവരെന്ത് ചെയ്തു, കടന്നു ചെന്നു. ഗോൺ ടു ദ ടെമ്പിൾ അറ്റ് നൈറ്റ്. അവരൊരിക്കൽ ആ ടെമ്പിളിലേക്ക്, ആ ക്ഷേത്രത്തിലേക്ക് അല്ലെങ്കിൽ ആ ടെമ്പിളിലേക്ക് എന്ത് ചെയ്യാണ്, ഒരു രാത്രിയിൽ കടന്നു ചെല്ലുകയാണ്. എന്തിന്, ടു അറ്റാക്ക് ഗോബ്ലിൻ അല്ലേ. എന്തിനാ, ടു കിൽ ദ ഗോബ്ലിൻ. ആ ഗോബ്ലിനെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, കില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. കുറച്ച് ബ്രേവ് വാരിയേഴ്സ്, ധൈര്യശാലികളായിട്ടുള്ള കുറച്ച് പട്ടാളക്കാരെന്ത് ചെയ്യാണ്, ആ ടെമ്പിളിലേക്ക് ചെല്ലാണ്. ഞങ്ങൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞിട്ട്, ഗോബ്ലിനെ ഞങ്ങൾ കൊന്നോളാം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാണ്, അവരങ്ങോട്ട് ചെല്ലും. ടു കിൽ ഗോബ്ലിൻ അല്ലേ, ഗോബ്ലിനെ കൊല്ലാൻ വേണ്ടിയിട്ട്. ബട്ട് ദി ഹാഡ് നെവർ ബീൻ സീൻ അലൈവ് ഇൻ വില്ലേജ്. അഗെയിൻ. പക്ഷെ അവരെ പിന്നെ ആരും നേരിട്ട് ജീവനോടെ എന്ത് ചെയ്തിട്ടില്ല, കണ്ടിട്ടില്ല. വിച്ച് മീൻസ് അവരെയും ആര് കൊന്നു എന്നാ പറയുന്നത്, ആര് കില്ല് ചെയ്തു എന്നാ പറയുന്നത്, നമ്മളെ ഗോബ്ലിനെ കില്ല് ചെയ്തു. സോ അത്രയും പ്രോബ്ലം അവിടെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അത്രയും വലിയൊരു ഭയങ്കര ഒരു പ്രോബ്ലമാണ് ആ ടെമ്പിളിൽ എന്ത് ചെയ്തിട്ടുള്ളത്, സംഭവിച്ചിട്ടുള്ളത്. ബട്ട് ദേ ഹാഡ് നെവർ ബീൻ സീൻ അലൈവ് അഗെയിൻ. പക്ഷെ പിന്നെ അവരാരും എന്ത് ചെയ്തിട്ടില്ല, ജീവനോടെ കണ്ടിട്ടില്ല. Nobody had ever told these things to the boy. ഈ ബോയിയോട്, നമ്മളെ വരുന്ന ബോയിയോട് ഈ ഒരു കാര്യം, ഇത്തരത്തിലുള്ള കാര്യം, അവിടെ ഗോബ്ലിൻ ഉണ്ട് എന്നും പ്രീസ്റ്റുമാരെ അത് പേടിപ്പിച്ചു എന്നും അതുപോലെ തന്നെ അവിടേക്ക് പോയ കുറച്ച് വാരിയേഴ്സിനെ അവര് കൊന്നു എന്നുള്ള ഒരു കാര്യവും ആരോട് പറഞ്ഞിട്ടില്ല, ഈ ബോയിയോട് ഒരാളും പറഞ്ഞിട്ടില്ല. സോ ഈ ബോയ് ഇതൊന്നും അറിയാതെയാണ് എന്ത് ചെയ്യുന്നത്, അങ്ങോട്ട് ചെല്ലുന്നത് അല്ലേ. ഇതൊന്നും അറിയാതെയാണ് നമ്മളെ ബോയ് അങ്ങോട്ട് ചെല്ലുന്നത്. സോ ഹി വാക്ക്ഡ് ഓൾ ദ വേ ടു ദ വില്ലേജ്. അവന് എല്ലാ വഴികളും നടന്നു തീർക്കണം. എങ്ങോട്ടാ പോകുന്നത്, ടു ദ വില്ലേജ്, ആ വില്ലേജിലേക്ക്. ഹോപ്പിംഗ് ടു ബി കൈൻഡ്ലി ട്രീറ്റഡ് ബൈ ദ പ്രീസ്റ്റ്. എന്താണ് അവൻ ഹോപ്പ് ചെയ്യുന്നത്, എന്താണ് അവൻ പ്രതീക്ഷിക്കുന്നത്, ഹോപ്പിംഗ്. അവൻ എന്ത് ചെയ്യുന്നുണ്ട്, പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ടു ബി കൈൻഡ്ലി ട്രീറ്റഡ് ബൈ ദ പ്രീസ്റ്റ്. അവനെ അവിടെയുള്ള പ്രീസ്റ്റുമാര്, അവിടെയുള്ള പൂജാരികള് അവനെ വളരെ കൈൻഡോടുകൂടി, വളരെ ദയോടുകൂടി അവൻ എന്ത് ചെയ്യും, ആനയിക്കും അല്ലെങ്കിൽ അവനെ സെലക്ട് ചെയ്യും എന്നിങ്ങനെ വിചാരിച്ചിട്ട് അതിങ്ങനെ ഓർത്തിട്ടാണ് അവൻ എങ്ങോട്ട് പോകുന്നത്, നമ്മളെ ടെമ്പിളിലേക്ക് പോകുന്നത്. ബട്ട് ദ ടെമ്പിൾ ഈസ് ഇൻ ട്രബിൾ അല്ലേ. ദ ടെമ്പിൾ ഈസ് ഇൻ ട്രബിൾ. അത് ആർക്കും അറിയില്ല, നമ്മുടെ ബോയ്ക്ക് അറിയില്ല. സോ ആ ടെമ്പിളിലുള്ള പ്രീസ്റ്റുമാർ അവനെ വളരെ കൈൻഡായിട്ട് ട്രീറ്റ് ചെയ്യുമെന്ന് വിചാരിച്ചിട്ടാണ് അവൻ അങ്ങോട്ട് പോകുന്നുണ്ടല്ലേ. സോ നെക്സ്റ്റ് പാരഗ്രാഫിൽ നോക്കാം എന്താ സംഭവിക്കുന്നത് നോക്കാം നമുക്ക്. വെൻ ഹി ഗോട്ട് ടു ദ വില്ലേജ്, അവൻ ആ വില്ലേജിൽ എത്തിയ സമയത്ത്, ഇറ്റ് വാസ് ഓൾറെഡി ഡാർക്ക്. അൺഫോർച്ചുനേറ്റ്ലി അതെന്തായിട്ടുണ്ട്, ഡാർക്ക് ആയിട്ടുണ്ട്. വിച്ച് മീൻസ് ഇരുട്ടായിട്ടുണ്ട്. 12 മൈൽസ് നടക്കണോ അല്ലേ. സോ ആ 12 മൈൽ കഴിഞ്ഞപ്പോഴേക്ക് അവനോട് എത്തിയപ്പോഴേക്ക് ഇറ്റ് ഓൾറെഡി ബി ഡാർക്ക്. എന്തായിട്ടുണ്ട്, ഇരുട്ടായിട്ടുണ്ട്, ഡാർക്ക് ആയിട്ടുണ്ട്. ആൻഡ് ഓൾ ദ പീപ്പിൾ വേർ ഇൻ ബെഡ്.
ആൻഡ് ഓൾ ദ പീപ്പിൾ വെർ ഇൻ ബെഡ്. എല്ലാവരും എന്ത് ചെയ്തിട്ടുണ്ട്? ബെഡിലെത്തിയിട്ടുണ്ട്. വിച്ച് മീൻസ് നന്നായിട്ട് ഇരുട്ടായിട്ടുണ്ട്, എല്ലാവരും കിടക്കാൻ പോയിട്ട് ഉറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ബട്ട് ഹി സോ എ ബിഗ് ടെമ്പിൾ. He saw the big temple on a hill. പക്ഷെ അവൻ ഇങ്ങനെ നടന്നു പോയ സമയത്ത് ഒരു ഹില്ലില്, ഹിൽ മീൻസ് ഒരു കുന്നിന്റെ മുകളില് ഒരു ബിഗ് ടെമ്പിൾ അവൻ കാണുകയാണ്. എ ബിഗ് ടെമ്പിൾ അവനെ കാണാണ്. ആൻഡ് ഓൺ ഹിൽ at the other end of the principal street. പ്രിൻസിപ്പൽ സ്ട്രീറ്റ് മീൻസ് പ്രധാന തെരുവിലെ ഇപ്പൊ നമ്മളൊരു വില്ലേജ് എടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ ഒരു പ്രധാന തെരുവുണ്ടാവും, ഒരു പ്രധാനപ്പെട്ട അങ്ങാടി ഉണ്ടാവും, മെയിൻ അങ്ങാടി എന്നൊക്കെ പറയും നമ്മൾ. സോ അവിടുത്തെ പ്രധാന തെരുവിലെ പ്രിൻസിപ്പൽ സ്ട്രീറ്റിന്റെ അറ്റത്ത് ഒരു കുന്നിന്റെ മുകളിൽ അവൻ എന്ത് കാണുന്നുണ്ട്? ഒരു ടെമ്പിൾ, ഇങ്ങനെ വലിയ ടെമ്പിൾ ഇങ്ങനെ കാണുന്നുണ്ട്. ആൻഡ് ഹി സോ there was a light in the temple. സോ അവൻ അവിടെ എന്ത് കാണുന്നുണ്ട്? ആ ടെമ്പിളില് ഒരു ലൈറ്റ് കാണുന്നുണ്ട്. ഹി സോ എ ലൈറ്റ് ഇൻ ദ ടെമ്പിൾ. ആ ടെമ്പിളിൽ അവൻ എന്ത് കാണുന്നുണ്ട്? ഒരു ലൈറ്റ് കാണുന്നുണ്ട്. ബട്ട് ആ ലൈറ്റിന്റെ പിന്നില് ഒരു സ്റ്റോറി ഉണ്ട് എന്നുള്ളതാണ്. ആ ലൈറ്റിന്റെ പിന്നില് ഒരു സ്റ്റോറി ഉണ്ട്. എന്താണ്? എന്തായാലും ടെമ്പിളിൽ ആരില്ല, പ്രീസ്റ്റുമാരും ഇല്ലല്ലേ. സോ ബട്ട് അവിടെ ഒരു ലൈറ്റ് അവൻ കാണുന്നുണ്ട്. ആ ലൈറ്റിന്റെ കാരണം എന്താ? പീപ്പിൾ ഹൂ ടെൽ ദ സ്റ്റോറി that the goblin used to make. അവിടെയുള്ള ആളുകൾ പറയുന്ന സ്റ്റോറി എന്താണ്? പീപ്പിൾ ടെൽ ദ സ്റ്റോറി സേ ദ. അവിടെയുള്ള ആളുകൾ പറഞ്ഞുണ്ടാക്കിയ ഒരു സ്റ്റോറി എന്താന്ന് വെച്ചാൽ, കഥ എന്താന്ന് വെച്ചാൽ, the goblin used to make. ഗോബ്ലിൻ എന്ത് ചെയ്യാണ്? യൂസ്ഡ് ടു മേക്ക്. വാട്ട് യു മീൻ ബൈ യൂസ്ഡ് ടു ഒരു ഓക്സിലറി വേർബ് ആണ് യൂസ്ഡ് ടു അല്ലേ. യൂസ്ഡ് ടു മേക്ക് എന്ത് ചെയ്യണം? നമ്മൾ യൂസ്ഡ് ടു യൂസ് ചെയ്യുക പാസ്റ്റില്, കഴിഞ്ഞു പോയ കാലത്ത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തിരുന്ന ഒരു കാര്യത്തെ പറയാനാണ് നമ്മൾ എന്ത് ചെയ്യുക? യൂസ്ഡ് ടു എന്ന് യൂസ് ചെയ്യുക. വിച്ച് മീൻസ് ഒരു ഫോർ എക്സാമ്പിൾ, ഐ യൂസ്ഡ് ടു ഗോ ടു സ്കൂൾ വിത്ത് മൈ സൈക്കിൾ. ഞാൻ എൻ്റെ സൈക്കിൾ കൊണ്ടാണ് സ്ഥിരമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്? സ്കൂളിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. ഐ യൂസ്ഡ് ടു ഗോ ടു ദ സ്കൂൾ വിത്ത് മൈ സൈക്കിൾ അല്ലേ. സോ പാസ്റ്റിൽ കഴിഞ്ഞ ഒരു കാര്യം വീണ്ടും പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? പാസ്റ്റിൽ ചെയ്തിരുന്ന ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാം? യൂസ്ഡ് ടു യൂസ് ചെയ്യുക. സോ ഇവിടെ ആളുകൾ പറഞ്ഞുണ്ടാക്കുന്ന സ്റ്റോറി എന്താണ്? ദി ഗോബ്ലിൻ യൂസ്ഡ് ടു മേക്ക്. ഈ ഗോബ്ലിൻ എന്ത് ചെയ്യുന്നുണ്ട്? ഉണ്ടാക്കുന്നുണ്ട്. എന്തുണ്ടാക്കുന്നുണ്ട്? ദി ഗോബ്ലിൻ യൂസ്ഡ് ടു മേക്ക് ദ ലൈറ്റ്. ഗോബ്ലിൻ ആണ് ആ ലൈറ്റ് അവിടെ എന്ത് ചെയ്തിട്ടുള്ളത്? കത്തിച്ചു വെച്ചിട്ടുള്ളത്. എന്തിനാ? ഇൻ ഓർഡർ ടു ടെംപ്റ്റ് ലോൺലി ട്രാവൽസ് ടു ആസ്ക് ഫോർ ഷെൽട്ടർ. ഈ ലോൺലി ആയിട്ടുള്ള ട്രാവലേഴ്സ് ഇല്ലേ, ട്രാവലേഴ്സ് മീൻസ് യാത്രക്കാര്, ഒറ്റയ്ക്ക് പോകുന്ന യാത്രക്കാര് ആ ലൈറ്റ് കണ്ടിട്ട് എന്നിട്ട് ടെംപ്റ്റ് മീൻസ് ആകർഷിക്കുക. ഇൻ ഓർഡർ ടു ടെംപ്റ്റ് എന്ത് ചെയ്യാനാണ്? ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ്. ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ്? ലോൺലി ട്രാവലേഴ്സിനെ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ്. ടു ആസ്ക് ഫോർ ഷെൽട്ടർ. ഒരു ഷെൽട്ടറിന് ഒരു അഭയത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു ഷെൽട്ടറിന് വേണ്ടിയിട്ട്, രാത്രി തങ്ങാനുള്ള ഒരു ചെറിയ റൂമിനൊക്കെ വേണ്ടി ഒറ്റയ്ക്ക് നടക്കുന്ന അല്ലെങ്കിൽ ഒറ്റയ്ക്ക് പോകുന്ന യാത്രക്കാരൊക്കെ ടെംപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ആകർഷിച്ച് വിളിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെ ഗോബ്ലിൻ എന്ത് ചെയ്തിട്ടുള്ളത്? അവിടെ ആ ഒരു ലൈറ്റ് ഇങ്ങനെ കാണിക്കുന്ന. ചെന്ന് കഴിഞ്ഞാൽ ആളാർക്ക് പിടിക്കാം? ഗോബ്ലിനെ പിടിച്ചിട്ട് അന്നത്തെ ഭക്ഷണമാക്കി മാറ്റാം എന്നുള്ളൊരു ഐഡിയക്കാണ് ഗോബ്ലിൻ അവിടെ ലൈറ്റ് ഇങ്ങനെ എന്ത് ചെയ്തിട്ടുള്ളത്? വെച്ചിട്ടുള്ളത് എന്നാണ് അവിടെയുള്ള നാട്ടുകാർ എന്ത് ചെയ്യുന്നത്? പറയുന്നത്. ആൻഡ് നമ്മുടെ ബോയ് ഇതൊന്നും അറിയില്ല അല്ലെ. He did not anything. So the boy went at once to the temple. അതുകൊണ്ട് തന്നെ he went, അവന് ചെല്ലുകയാണ്. എവിടെ ചെല്ലുകയാണ്? ടെമ്പിളിലേക്ക് എത്തുകയാണ്. ആൻഡ് knocked. അവൻ എന്ത് ചെയ്തു? knocked മീൻസ് തട്ടുക. നോക്ക് ചെയ്യാണ്, തട്ടുകയാണ്. There was no sound inside. ഇൻസൈഡ് ഉള്ളിൽ നിന്ന് ഒരു സൗണ്ടും അവൻ കേൾക്കുന്നില്ല. He knocked again and again. He knocked again. അവൻ വീണ്ടും എന്ത് ചെയ്യാണ്? ഇങ്ങനെ തട്ടിക്കൊണ്ടിരിക്കുകയാണ്. But still nobody came. ആരും വന്നില്ല. At last he pushed gently at the door. അവൻ മെല്ലെ ആ ഡോർ ഒന്ന് എന്ത് ചെയ്യാണ്? പുഷ് ചെയ്യാണ്, ഒന്നിങ്ങനെ തള്ളി നോക്കുകയാണ്. And was quite glad to find that it had not been fastened. അവൻ അവിടെ വളരെ സന്തോഷമുള്ള ഒരു കാര്യം ഉണ്ടായി. എന്തായിരുന്നു സന്തോഷം ഉണ്ടായ കാര്യം? ആ ഡോർ എന്ത് ചെയ്തിട്ടില്ല? ഫാസ്റ്റൻ ചെയ്തിട്ടില്ല. ഫാസ്റ്റൻ ചെയ്യുക മീൻസ് കെട്ടിവെക്കുക അല്ലെങ്കിൽ പൂട്ടുക.
ആ ഡോർ എന്ത് ചെയ്തിട്ടില്ല, കെട്ടിവെച്ചിട്ടില്ല, അല്ലെങ്കിൽ പൂട്ടിയിട്ടില്ല എന്ന് അവന് മനസ്സിലായി. സോ അവൻ മെല്ലെ അതിങ്ങനെ തുറന്നപ്പോൾ അതെന്ത് ചെയ്തു, അങ്ങ് തുറന്നുപോയി. ഹി വെന്റ് ഇൻ, അവൻ അതിന്റെ ഉള്ളിലേക്ക് കടക്കുകയാണ്. സോ ഹി വെന്റ് ഇൻ, അവൻ അതിന്റെ ഉള്ളിലേക്ക് കടക്കുകയാണ്. ആൻഡ് സോ എ ലാമ്പ് ബേണിംഗ്, അവിടെ ഒരു ലാമ്പ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ബേൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ബട്ട് നോ പ്രീസ്റ്റ്, അവിടെ ലാമ്പ് ബേൺ ചെയ്യുന്നുണ്ട്, ബട്ട് നോ പ്രീസ്റ്റ്, അല്ലേ? കാരണം അവിടെ പ്രീസ്റ്റ് ഉണ്ടാവില്ല. കാരണം എന്താ, ഗോബ്ലിനെ എല്ലാവരും ഫ്രൈറ്റൻ ചെയ്തിട്ടുണ്ട് അല്ലേ? സോ ഒരു ലാമ്പ് അവിടെ ബേൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ബട്ട് നോ പ്രീസ്റ്റ്. സോ ഒരു ലാമ്പ് അവിടെ ബേൺ ചെയ്യുന്നുണ്ട്, ബട്ട് നോ പ്രീസ്റ്റ്, അല്ലേ? നെക്സ്റ്റ് പാരഗ്രാഫിലേക്ക് നോക്കുക. ഹി തോട്ട്, അപ്പൊ ബേൺ ചെയ്യുന്നുണ്ട് ലാമ്പ്, ബട്ട് പ്രീസ്റ്റ് ഒന്നുമില്ല. സോ ഹി തോട്ട്, അവൻ ചിന്തിക്കണം, സം പ്രീസ്റ്റ് വുഡ് ബി ഷുവർ ടു കം വെരി സൂൺ. ആരെങ്കിലൊക്കെ ആയിട്ട് ഇപ്പൊ വരുന്നുണ്ടാവും. സം പ്രീസ്റ്റ് ഷുഡ് ബി കം വെരി സൂൺ. ആരെങ്കിലൊക്കെ വളരെ പെട്ടെന്ന് അവിടെ എത്തുന്നുണ്ടാവും എന്ന് അവൻ വിചാരിക്കണം. ഹി സാറ്റ് ഡൗൺ ആൻഡ് വെയിറ്റഡ്. അതുകൊണ്ട് തന്നെ അവൻ ആ ടെമ്പിളിന്റെ ആ ഒരു കോർണറിൽ പോയി ഇരുന്നിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. ആരെ വെയിറ്റ് ചെയ്യാ? പ്രീസ്റ്റ് ഇപ്പൊ വരും എന്ന് വിചാരിച്ചിട്ട് അവനിങ്ങനെ വെയിറ്റ് ചെയ്യാണ്, അല്ലേ? ദെൻ he noticed at everything in the temple. സോ അവിടെ ഇങ്ങനെ ഇരുന്നപ്പോ he noticed that everything in the temple, ആ ടെമ്പിളിലുള്ള എല്ലാ കാര്യങ്ങളും അവനിങ്ങനെ നോട്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ടെമ്പിളിലുള്ള എല്ലാ കാര്യങ്ങളും അവനിങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ ഓരോ ഭാഗത്തേക്ക് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നോക്കിക്കൊണ്ടിരിക്കുകയാണ്, നോട്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഇൻ ദ ടെമ്പിൾ, ആ ടെമ്പിളിൽ വാസ് ഗ്രേ വിത്ത് ഡസ്റ്റ്. അവനവിടെ കണ്ട മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്താന്ന് വെച്ചാൽ വാസ് ഗ്രേ വിത്ത് ഡസ്റ്റ്. അത് ഡസ്റ്റ് കൊണ്ട്, ഡസ്റ്റ് മീൻസ് പൊടിയില്ലേ, പൊടി നിറഞ്ഞിട്ട് ഗ്രേ കളർ ആയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഒരുപാട് കാലം പൂട്ടിയിട്ട ടെമ്പിൾ ആണ് അല്ലേ? അത് ആർക്കറിയില്ല, ബോയ്ക്ക് അറിയില്ല. സോ അതുകൊണ്ട് തന്നെ ആ ടെമ്പിളൊക്കെ ആകെ കാട് പിടിച്ച്, അല്ലെങ്കിൽ മറാലൊക്കെ കെട്ടിയിട്ട്, ചെല്ലന്തിയൊക്കെ വലയൊക്കെ കെട്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഡസ്റ്റ് ഒക്കെ പിടിച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഗ്രേ കളറായിട്ട് മാറിയിട്ടുണ്ട്. ആൻഡ് ക്വിക്ലി സ്പൺ ഓവർ വിത്ത് കോബ്വെബ്സ്. ഞാൻ പറഞ്ഞു എന്ത്, കോബ്വെബ്സ് മീൻസ് ചെലന്തി വല അല്ലേ? ചെലന്തി വല ഒക്കെ കെട്ടിയിട്ടുണ്ട് എല്ലായിടത്തും ചെലന്തി വല ഒക്കെ കെട്ടിയിട്ടുണ്ട്. കാരണം എന്താ, ഒരുപാട് കാലം കൂട്ടിയിട്ട ഒരു ടെമ്പിൾ ആണ് അല്ലേ? സോ നമ്മൾ യൂസേജ് ഇല്ലാത്ത ഒരു പ്ലേസ് ആണ്. സോ അതുകൊണ്ട് തന്നെ അവിടെ കോബ്വെബ്സ് ഒക്കെ കാണുന്നുണ്ട്, ഡസ്റ്റ് കാണുന്നുണ്ട്, ഒക്കെയുണ്ട്. സോ ഹി തോട്ട് ടു ഹിംസെൽഫ്, സോ അവനിങ്ങനെ ചിന്തിക്കുകയാണ്. ഇതൊക്കെ കണ്ടപ്പോ അവനിങ്ങനെ ചിന്തിക്കുകയാണ്, that the priest would certainly like to have an aqualate. സോ ഇതാകെ പൊടി പിടിച്ച് കിടക്കുന്നുണ്ട്, കോബ്വെബ്സ് ഒക്കെ കെട്ടിയിട്ടുണ്ട്, ഡസ്റ്റ് ഒക്കെ ആണ്. സോ അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള പ്രീസ്റ്റിന് എന്തായാലും ആരെ വേണ്ടി വരും, ഒരു അക്വാലൈറ്റിനെ വേണ്ടി വരും. കാരണം ഇതൊക്കെ ക്ലീൻ ചെയ്യണം അല്ലേ? ഇതൊക്കെ എന്ത് ചെയ്യണം, ക്ലീൻ ചെയ്യണം. സോ അതിനുകൊണ്ട് തന്നെ ഒരു അക്വാലൈറ്റിനെ ഇവർക്ക് നിർബന്ധമായിട്ടും ആവശ്യം ഉണ്ടാവും. സോ അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യും, സെലക്ട് ചെയ്യും. ബട്ട് ഈ ഡസ്റ്റിന്റെയും ഈ കോബ്വെബ്സിന്റെയും ഒക്കെ റീസൺ വേറെ ഒന്നാണ് അല്ലേ? സോ എന്തുകൊണ്ടാണ് അവിടെ പ്രീസ്റ്റ് ആരും വരാറില്ല, അത് ക്ലോസ് ചെയ്ത ടെമ്പിളാ. കാരണം ഇറ്റ്സ് possessed by a goblin അല്ലേ? സോ ഇറ്റ് ഡിഡ് നോട്ട് നോ അല്ലേ? നമ്മളെ ബോയ്ക്ക് അതൊന്നും അറിയില്ല. സോ അവനിങ്ങനെ ആലോചിക്കുകയാണ്. ഇതൊക്കെ കണ്ടപ്പോ എന്തായാലും ഇവിടത്തെ പ്രീസ്റ്റിന് ഒരു അക്കോലേറ്റിന്റെ ആവശ്യം ഉണ്ടാവും എന്ന് അവനിങ്ങനെ ആലോചിക്കുകയാണ്. ടു കീപ് ദ പ്ലേസ് ക്ലീൻ. കാരണം എന്താ, ടു കീപ് ദ പ്ലേസ് ക്ലീൻ, ഈ പ്ലേസ് ഒക്കെ എന്ത് ചെയ്യണം, ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടില്ലേ? ഹി വണ്ടേർഡ്, അവൻ അത്ഭുതപ്പെടുകയാണ്. അവൻ അത്ഭുതപ്പെടുകയാണ്. Why they had allowed everything to get so dusty? Why they allow everything to get so dusty? Dusty means പൊടി പിടിച്ച് കിടക്കുക. Dusty means പൊടി പിടിച്ച് കിടക്കുക. എന്താ അവരിതൊക്കെ ഇങ്ങനെ പൊടി പിടിച്ചിട്ടിരിക്കുന്നത്, അവരെന്താ ഇതൊന്നും ക്ലീൻ ചെയ്യാത്തത് എന്ന് അവനിങ്ങനെ അവിടെ ഇരുന്നിട്ട് എന്ത് ചെയ്യാണ്, ആലോചിക്കുകയാണ്. സോ അവിടെ ആകെ ഡസ്റ്റ് കണ്ടപ്പോൾ അവനിങ്ങനെ ഒരു സന്തോഷം. കാരണം എന്താ, അവർക്ക് എന്തെങ്കിലും ഒരു അക്വലേറ്റിന് വേണ്ടി വരും. then അവനിങ്ങനെ ചിന്തിക്കാൻ, എന്താ അവരിതൊന്നും ക്ലീൻ ചെയ്യാതിട്ടിരിക്കുന്നത്, സോ ഡസ്റ്റി ആയിട്ട് ഇട്ടിരിക്കുന്നത് എന്താണ്. വാട്ട് മോസ്റ്റ് പ്ലീസ്ഡ് ഹിം, അവൻ ഏറ്റവും കൂടുതൽ പ്ലീസ് ചെയ്ത് സന്തോഷിപ്പിച്ച ഒരു കാര്യം എന്താന്ന് വെച്ചാൽ അതാണ്. however were some big white screen, അവൻ ഏറ്റവും കൂടുതൽ പ്ലീസ് ചെയ്ത സന്തോഷിപ്പിച്ച ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരുപാട് വൈറ്റ് സ്ക്രീനുകൾ, ബ്ലാങ്ക് ആയിട്ട് കിടക്കുന്ന ഒരുപാട് വൈറ്റ് സ്ക്രീനുകൾ അവിടെ ഉണ്ടായിരുന്നു. ആൻഡ് ഗുഡ് ടു പെയിന്റ് ക്യാറ്റ്സ് അപ്പോൺ, അവിടെ എന്തിനെ വരക്കാം അവന്, ക്യാറ്റ്സിനെ, പൂച്ചയെ വരക്കാൻ പറ്റുന്ന രീതിയിൽ ഒരുപാട് ബ്ലാങ്ക് വൈറ്റ് സ്ക്രീൻസ് അവിടെ ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. അതാണ് അവൻ ഏറ്റവും കൂടുതൽ സന്തോഷമാക്കിയത്. അവൻ ഇപ്പോഴും എന്താണ്, ഹി വാണ്ട് ടു ഡ്രൂ ക്യാറ്റ്സ്. അവൻ എന്തിനെ വരക്കണം, ക്യാറ്റ്സിനെ വരക്കണം എന്നുള്ളതാണ് അവൻ എപ്പോഴും ആവശ്യം. then thought he was tired.
തോട്ട് ഹി വാസ് ടയേർഡ്. അവനിങ്ങനെ തോന്നുകയാണ് ഞാൻ എന്താണ് വളരെ എക്സോസ്റ്റഡ് ആണ്, ടയേർഡ് ആയിട്ടുണ്ട് എന്ന് അവന് തോന്നുകയാണ്. ഹി ലുക്ക്ഡ് അറ്റ് വൺ ഫോർ റൈറ്റിംഗ് ബോക്സ്. So he looked at one for a writing box. ഒരു റൈറ്റിംഗ് ബോക്സിന് വേണ്ടിയിട്ട് അവനിങ്ങനെ എന്ത് ചെയ്യാണ്, ഒന്നിങ്ങനെ നോക്കണം അവിടെ എവിടെയെങ്കിലും ഒരു റൈറ്റിംഗ് ബോക്സ് ഉണ്ടോ എന്നുള്ളത്. ആൻഡ് ഫൗണ്ട് വൺ. then അവന് ഒന്ന് കിട്ടുകയാണ്. ആൻഡ് ഗ്രൗണ്ട് സം ഇങ്ക് ആൻഡ് ബിഗൺ ടു പെയിന്റ് കാറ്റ്സ്. അവന് ടയേർഡാണെന്ന് തോന്നുകയാണ്. ദെൻ അവൻ അവിടെ എവിടെയെങ്കിലും ഒരു റൈറ്റിംഗ് പാഡോ അല്ലെങ്കിൽ ഒരു പേപ്പറോ എന്തെങ്കിലും ഉണ്ടോ നോക്കുകയാണ്. ദെൻ അത് നോക്കി, അത് അവന് കിട്ടി. ആൻഡ് ദെൻ അവിടെ ഇങ്കും മഷിയും അവന് കിട്ടി. ദെൻ ഹി സ്റ്റാർട്ടഡ് ടു ആൻഡ് ഹി ബിഗൻ ടു പെയിന്റ് കാറ്റ്സ്. അവൻ എന്തിനെ വരക്കാൻ തുടങ്ങി? കാറ്റ്സിനെ വരക്കാൻ തുടങ്ങി. സോ അവന്റെ എയിം അതാണ്, എന്ത് ചെയ്യുക, ടു ബിക്കം എൻ ആർട്ടിസ്റ്റ്. എന്തിനെ മാത്രം വരക്കുന്ന ആർട്ടിസ്റ്റ് ആണ്? കാറ്റിനെ മാത്രം വരക്കുന്ന ആർട്ടിസ്റ്റ് ആണ്. സോ വി ആർ ഗോയിങ് ടു സ്റ്റോപ്പ് ഹിയർ. I hope you guys understand this, because നമ്മുടെ ബോയ് ഒരു ടെമ്പിളിൽ നിന്ന് പുറത്താക്കപ്പെടുകയാണ്, ബാനിഷ് ചെയ്യുകയാണ്, ബിക്കോസ് ഓഫ് ഹിസ് അഗ്ലി ഹാബിറ്റ് എന്ന് പറയാൻ പറ്റില്ല എങ്കിൽ പോലും ഹിസ് ഡിസൊബീഡിയൻ ടു ദ പ്രീസ്റ്റ് അല്ലേ. ആ പ്രീസ്റ്റിനെ ഡിസൊബീഡിയൻ ചെയ്തത് കാരണം അവൻ അവിടെ നിന്ന് പുറത്താക്കുകയാണ്. ഹി വാണ്ട് ടു ബി he could not be a good priest but be a good artist അല്ലേ. ഒരു ഗുഡ് നല്ല ആർട്ടിസ്റ്റ് ആവാൻ അവനെ കൊണ്ട് കഴിയും, ബട്ട് ഒരു പ്രീസ്റ്റ് ആവാൻ അവനെ കൊണ്ട് കഴിയില്ല. സോ ബട്ട് വീട്ടിലേക്ക് നേരിട്ട് പോകാൻ പേടിയായതുകൊണ്ട് അവൻ തൊട്ടപ്പുറത്തെ വില്ലേജിലേക്ക് പോവാണ്. ബട്ട് ആ ടെമ്പിളിൽ പല നിഗൂഢതകളും ഉണ്ട് എന്നുള്ളതാണ്. ഇതൊന്നും അറിയാതെ നമ്മളെ ബോയ് അവിടെ പോയി നിൽക്കുകയാണ്. രാത്രി ഡോറൊക്കെ തുറന്നു അതിനുള്ളിൽ ഇരിക്കുകയാണ്, പ്രീസ്റ്റിനെ വെയിറ്റ് ചെയ്യുകയാണ്. ദെൻ അവിടുന്ന് അവന് ഇങ്കും ഒരു റൈറ്റിംഗ് ബോക്സ് ഒക്കെ കിട്ടി. സോ അതൊക്കെ എടുത്തിട്ട് അവൻ എന്തിനെ വരക്കാൻ തുടങ്ങി? കാറ്റ്സിനെ വരക്കാൻ തുടങ്ങി. ഇനി എന്താ ഉണ്ടാവുക, അവൻ കാറ്റ്സിനെ വരക്കുന്നുണ്ടോ അതോ ഗോബ്ലിൻ വരുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ഐ ഹോപ്പ് യു ഗൈസ് അണ്ടർസ്റ്റാൻഡ് ദിസ്. സോ ഐ എം ഗോയിങ് ടു സ്റ്റോപ്പ് ഹിയർ. See you then with the rest of the part. It's me, Judais, signing off.